Hi everyone, this is Yabin from Avica. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഏറ്റവും ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17.6 ആർസ് റിലീസും അതോടൊപ്പം കുറേയധികം ആർസ് റിലീസ് കുറേയധികം എന്ന് പറഞ്ഞാൽ ചവറ് കണക്കിന് ഇനി ആപ്പിളിനോട് ചോദിക്കരുത് എന്ന് പറഞ്ഞുള്ള രീതിയിൽ കുറേയധികം അപ്ഡേറ്റ്സ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ iOS 18 ബീറ്റ 4 നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ബീറ്റ 18 ആ ഒരു സെഷൻ തൊട്ടുള്ള എല്ലാ ബീറ്റ അപ്ഡേഷൻസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബീറ്റ അപ്ഡേറ്റ്സും അതേപോലെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും എല്ലാം കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എപ്പോഴും വീഡിയോസ് ഇടുന്നുണ്ടാവും. ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയാമോ, ഇപ്പോഴും ഇത്ര ബഗുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ആപ്പിൾ യൂസേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഉണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആനിമേഷനും അതിൻ്റെ ഫ്ലൂയിഡിറ്റിയും അതിൻ്റെ ഒരു ഫീഡ്ബാക്കും എല്ലാം കൊണ്ട് തന്നെയാണ്. ബഗുണ്ട്, യെസ് ബഗുണ്ട്. ഹാങ് ഉണ്ട്, യെസ് ഹാങ് ഉണ്ട്. ഡിസ്പ്ലേ അടിച്ചു പോകുന്നുണ്ട്, യെസ് ഡിസ്പ്ലേ അടിച്ചു പോകുന്നുണ്ട്. ഡിസ്പ്ലേ അടിച്ചു പോകുന്ന കൂടുതൽ ഇഷ്യൂ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് ഈ ഇന്ത്യൻ ഫോണിൽ ഡിസ്പ്ലേ വെച്ച ആ ഒരു കമ്പനിയുടെ സർക്യൂട്ടിൻ്റെ പ്രശ്നമാണ്, അത് വേറെ കാര്യം, അത് മാറ്റി വെക്കുക. പക്ഷേ ഇത്രമാത്രം എല്ലാം ഇഷ്യൂസും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു OS വൺ ഓഫ് ദ ബെസ്റ്റ് ലീഡിങ് OS ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. ഫ്ലൂയിഡിറ്റി, ആനിമേഷൻ ആൻഡ് യൂസർ എക്സ്പീരിയൻസ്. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ആപ്പിൾ അതിൽ കൊടുക്കുന്നൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. ചെറിയൊരു എന്താ പറയുക, ടോർച്ചിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതും അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ അലാറത്തിൽ അല്ലെങ്കിൽ ക്ലോക്കിൽ ആ ഒരു സെക്കൻഡ് സൂചി പോകുന്നതും ആപ്പിൾ മാപ്സിൽ ആപ്പിൾ പാർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതും അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ആപ്പിൾ നോട്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എത്രമാത്രം എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം. നിങ്ങൾക്ക് അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അതേപോലെ എന്താണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്താണ് തൊട്ട് താഴത്ത് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതോടൊപ്പം അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ മാപ്പിൻ്റെ ഒരു അപ്ഡേഷൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ആപ്പിൾ മാപ്സിൻ്റെ അടുത്തൊരു ന്യൂസ് പറയാം. അതായത് ആപ്പിൾ മാപ്സ് ഇപ്പോൾ വെബ് ബ്രൗസറിൽ നമുക്കിപ്പോൾ ബീറ്റ ടെസ്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐപാഡിലും മാക്ബുക്കിലും സഫാരിയിലും അതുപോലെ ക്രോം എന്ന് പറഞ്ഞ ഒരു ആപ്പിലും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വിൻഡോ PC ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ എഡ്ജിലും അതേപോലെ ഗൂഗിൾ ക്രോമിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇപ്പോൾ കറൻ്റ്ലി അതൊരു ബീറ്റ പ്രൊഫൈലായിട്ടാണ് നിൽക്കുന്നത്. കുറച്ചും കൂടെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേയധികം എന്താ പറയുക, ഐക്കൺസും ബാക്കി കുറേ മാപ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഫെച്ച് ചെയ്ത് ഒരു പബ്ലിക്കേഷൻ്റെ ഒരു കട്ട് എത്തുമ്പോഴത്തേക്കും എല്ലാ യൂസേഴ്സിനും ഈ പറഞ്ഞ ആപ്പിൾ മാപ്സ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്യുന്നതാണ്. പബ്ലിഷിംഗ് ഡേറ്റും ബാക്കി കാര്യമൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു വെബ് ബ്രൗസർ ഓൺ ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓൺ വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടി ഇപ്പോൾ ആപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് iPhone 16 പോലും ഇപ്പോഴും റിലീസ് ആയിട്ടില്ല. പക്ഷേ iPhone 17 റിപ്പോർട്ട്സും ലീക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് iPhone 17 സീരീസിലെ അതിൽ ഈ പറഞ്ഞ പ്ലസ് എന്ന് പറഞ്ഞ സീരീസ് ആപ്പിലെടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് iPhone 17, 17 സ്ലിം, 17 Pro ആൻഡ് 17 Pro Max. 17 സ്ലിം എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ആപ്പിൾ റിലീസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ iPad Pro M4 റിലീസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു ഏറ്റവും തിൻ, അതായത് ഈ ഒരു വണ്ണത്തിലാണ് iPad Pro നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു സെയിം തിക്നെസ്സിൽ ഈ പറഞ്ഞ ഐഫോൺ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ആ ഒരു ഫോം ഫാക്ടറിൽ നിന്ന് ആലോചിച്ച് നോക്കണം, അത്രയും തിന്നായിട്ട് ആപ്പിൾ കൊണ്ടുവരും. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഡ്യൂറബിലിറ്റിയും ബാക്കി എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യാതെ തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നതാണ് പറയുന്നത് കേൾക്കുന്നത്. അതോടൊപ്പം ഈ പറഞ്ഞ ഡ്യൂറബിലിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ചൈനയിൽ ആപ്പിൾ ഒരു പുതിയ എന്താ പറയുക റിസർച്ച് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചൈനയിൽ. അതെന്താണെന്ന് വെച്ചാൽ ഓൺലി ഫോക്കസിങ് ഓൺ ഈ പറഞ്ഞ ഡ്യൂറബിലിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി, ഈ പറഞ്ഞ ക്വാളിറ്റിയും ഈ പറഞ്ഞ റിലയബിലിറ്റിയും കൂട്ടാൻ വേണ്ടി മാത്രം ചൈനയിൽ ആപ്പിൾ ഒരു പുതിയ ആ ഒരു റിസർച്ച് ലാബ് തുടങ്ങി
ഇതൊക്കെ ചെയ്യുന്നതും എൻ്റെ പെർസെപ്ഷൻ നമുക്കിടെ റിപ്പോർട്ടൊക്കെ വായിച്ച് നമ്മളൊന്ന് കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടും ഇത് തന്നെയാണ്. ഐഫോൺ തിന്നസ്റ്റ് ഓഫ് ദ തിന്നസ്റ്റ് ഐഫോണിലേക്ക് മാറാനാണ് ഇനി നോക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരു പീക്കെത്തി. ഇപ്പോൾ പ്രോസസ്സിങ് ഫാസ്റ്റ് അതൊരു പീക്കെത്തി, ഡിസ്പ്ലേ ക്വാളിറ്റി അതൊരു പീക്കെത്തി, എന്താ പറയുക, നാനോ പ്രോസസ്സർ അതും ഒരു പീക്കെത്തി. ഇനി ഉള്ളത് എന്താണ്? ഇത്രയും വലിയ ഫോണിനെ തിന്നാക്കി ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാം. അതാണ് അടുത്തൊരു ട്രെൻഡ് വരാൻ പോകുന്നത്. ആ ഒരു ട്രെൻഡിലേക്കാണ് ആപ്പിൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഐഫോൺ SE ഫാൻസുകാർക്ക് ഒരു സന്തോഷ വാർത്ത. ഐഫോൺ SE 4th ജനറേഷൻ എന്ന് പറയുന്ന സീരീസ് ഈ ഒരു ഒക്ടോബറിൽ, നമ്മുടെ ആപ്പിൾ ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒക്ടോബറിൽ കിക്ക് ഓഫ് ചെയ്യുന്നതാണ് നമുക്കിട്ട് റിപ്പോർട്ട്. സോ അടുത്ത കൊല്ലം മെയ് അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും 2025 മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഐഫോൺ ഈ പറഞ്ഞ SE 4th ജനറേഷൻ കിട്ടും. ഒന്നെങ്കിൽ ആപ്പിൾ കുറച്ച് നാൾക്ക് മുമ്പ് വരെ ഫോളോ ചെയ്തൊരു പാത്ത് ഉണ്ട്. അതായത് ഒരു 2-3 കളേഴ്സ് റിലീസ് ചെയ്യും. ഒരു സെക്കൻഡ് ക്വാർട്ടറിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ആകുമ്പോഴത്തേക്കും ഒരു പുതിയ വേരിയൻറ്റ് ഐഫോൺ 14 യെല്ലോ റിലീസ് ചെയ്ത പോലെ പെട്ടെന്നൊരു കളർ റിലീസ് ചെയ്യും. ആ ഒരു കളർ റിലീസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഐഫോൺ SE 4th ജനറേഷൻ ചിലപ്പോൾ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെച്ച് ആപ്പിൾ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് ഈ പറഞ്ഞ ആപ്പിൾ TV 4K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 4K യൂസേഴ്സിന് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം ആപ്പിൾ TV ഒന്നും എടുത്തില്ലെങ്കിലും ജിയോ TV എല്ലാവർക്കും ഈ പറഞ്ഞ ഒളിമ്പിക്സ് ഫ്രീ ആയിട്ട് കാണാം. ഞാൻ പറഞ്ഞു ആപ്പിൾ TVയുടെ കാര്യം പറഞ്ഞെന്നുള്ളൂ. ആപ്പിൾ TV ഉള്ളവർക്ക് അതിൽ കാണാം, അല്ലാത്തവർക്ക് ജിയോ TV കാണാം, അത് പ്രശ്നമില്ല. റിപ്പോർട്ട് കിട്ടിയുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം. അതോടൊപ്പം ആപ്പിൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹോം പോഡ് വിത്ത് ഐപാഡ് സ്ക്രീൻ. അതിലാണ് ഞാൻ ആപ്പിൾ നെക്സ്റ്റ് ജനറേഷൻ ഹോം പോഡ് വിഷ്വലൈസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസും അതേപോലെ പുതിയ സിറിയും പിന്നെ വോയിസ് ID എന്ന് പറയുന്ന ഒരു പുതിയ പ്രൈവസി അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ടെക്നോളജി ആപ്പിളെ കൊണ്ടുവന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പാസ്കോഡ് ഉണ്ട്, അതേപോലെ ടച്ച് ID ഉണ്ട്, ഫേസ് ID ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, വിഷ്വൽ ID, നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന വെച്ചിട്ടുള്ള വിഷ്വൽ ID ഇപ്പോൾ വിഷൻ പ്രോയിലുണ്ട്. ഇനി വോയിസ് ID വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. ചില ഇൻ്റർനാഷണൽ കമ്പനിയിലൊക്കെ ബയോമെട്രിക്സ് പോലെ തന്നെ വോയിസ് ആക്സസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഈ പറഞ്ഞ ഹോം പോഡിലേക്ക് കൊണ്ടുവരികയും ഒരു സ്ക്രീനുള്ള റോബോട്ടിക് ആം സ്ക്രീനുള്ള ഒരു ഹോം പോഡ് വിത്ത് ഐപാഡാണ് ആപ്പിൾ ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഇത് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഓർമ്മ എന്ന് വെച്ചാൽ പഴയൊരു മാക്കിൻതോഷ് ഉണ്ട്. പഴയ മാക്കിൻതോഷ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുമല, നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ മനസ്സിലാവും, ഒരു കുഞ്ഞുമല, ഒരു എലിക്കുഞ്ഞിൻ്റെ പോലത്തെ ഒരു ചെറിയ ശരീരം, അതിനുള്ളിൽ നിന്ന് സ്ക്രീൻ വന്നിരിക്കുന്നു. ആ ഒരു നൊക്ലാച്ചിയ, ആ ഒരു പഴയ കോൺസെപ്റ്റ് തന്നെ ആപ്പിൾ കുറച്ചും കൂടെ റീഫർബിഷ് ചെയ്ത് കുറച്ചും കൂടെ ഓൾട്ടർ ചെയ്ത് ഈ പറഞ്ഞ ഹോം പോഡിനെ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഹോം സെക്യൂരിറ്റിയുടെ ഭാഗങ്ങളായിട്ട് കുറേയധികം ഇംപ്രവൈസേഷൻ കൊണ്ടുവരാൻ പറ്റും. ഹോം മാനേജ്മെൻറ്റ്, ഹോം ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ AC, TV, ആപ്പിൾ TV, അതേപോലെ ആപ്പിളിൻ്റെ AC ഇല്ല, പക്ഷേ ആപ്പിളിലെ കുറേയധികം ഹോം ഹബ്സ് ഉണ്ട്. ഈ കൺട്രോൾ ചെയ്യുന്ന ഹോം ഹബ്സ് അത് സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ള ഫിലിപ്സ്, ഷവോമി, അങ്ങനെ കുറേയധികം തേർഡ് പാർട്ടി കമ്പനീസും ഉണ്ട്. അവരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന പല ആക്സസറീസും ഈ പറഞ്ഞ ഹോം പോഡിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വോയിസ് വഴി കുറേയധികം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം മാറ്റങ്ങൾ വരാൻ ഈ പറഞ്ഞ ഹോം പോഡിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അങ്ങനെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് കൊല്ലം എന്നിപ്പോൾ നമുക്ക് റിപ്പോർട്ട് ഇട്ടിട്ടില്ല, പക്ഷേ അങ്ങനെ വരും എന്ന് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, ഇത്രയും നാൾ സോണി എന്ന് പറയുന്ന കമ്പനി മോണോപോളി സ്ഥാപിച്ച ഒരു കാര്യമാണ് ക്യാമറ സെൻസർ എന്ന് പറയുന്നത്. ഞാൻ ഐഫോൺ 16 കുറച്ച് കൺഫേം ലീക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എന്നോട് അല്ലെങ്കിൽ ഒരാളെന്നോട് ചോദിച്ചു, ഈ പറഞ്ഞ സെൻസർ ഇനി സാംസങ് കൊടുക്കുമെന്ന് ചോദിച്ചു. സാംസങ് ഒരിക്കലും സെൻസർ കൊടുക്കാറില്ല. സാംസങ് കൊടുക്കുന്നത് ഡിസ്പ്ലേ ആണ്, അത് ഓർത്ത് വെക്കുക. നമ്മുടെ ഐഫോണിൻ്റെ ഈ പറയുന്ന ക്യാമറയുടെ സെൻസേഴ്സ് കൊടുക്കുന്നത് സോണിയാണ്, അതേപോലെ തന്നെ ഡിസ്പ്ലേ കൊടുക്കുന്നത് സാംസങ് ആണ്. ആ ഒരു മോണോപോളി പൊളിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ആപ്പിൾ 2026 വരെ വന്ന ഐഫോൺ 8 സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻസർ വെക്കുമെന്നാണ്
പറഞ്ഞേക്കുന്ന റിപ്പോർട്ട്. അതേപോലെ തന്നെ iPhone 17 ഞാൻ വിട്ടുപോയ ഒരു റിപ്പോർട്ടാണ്. ക്വാൾകോമിൻ്റെ വൈഫൈയും അതേപോലെ ക്വാൾകോമിൻ്റെയും കുറച്ചധികം ചിപ്സെറ്റും, ഈ പറഞ്ഞ പ്രോസസ്സറല്ല, ഈ വൈഫൈയുടെയും അതേപോലെ ബാൻഡിൻ്റെയൊക്കെ കുറച്ചധികം ചിപ്സെറ്റ് ആപ്പിൾ വാങ്ങിക്കുന്നുണ്ട്. അതിൽ നിന്നും മാറ്റിയിട്ട് ആപ്പിളിൻ്റെ സ്വന്തം വൈഫൈയുടെ ബാൻഡും ചിപ്പുകളും ക്വാൾകോമിന് വിട്ട് ആപ്പിൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും എന്നും നമുക്കൊരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇനി ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ ഹൗസ് പ്രൊഡക്ഷനിലാണ്. ഫോർ എക്സാമ്പിൾ അവരുടെ തന്നെ ഡിസ്പ്ലേ, ആപ്പിളിൻ്റെ തന്നെ സ്വന്തം ഡിസ്പ്ലേ അങ്ങനെ വന്നാൽ വേറെ ലീഗ് വരും. വേറെ ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ നോക്കുന്നതാകില്ല, മുട്ടൻ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. കാരണം ആപ്പിളിൽ കുറേയധികം പേറ്റൻസ് ഉണ്ട്. ആ ഒരു പേറ്റൻറ്റ് വേറൊരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത്ര കൊല്ലം കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം. പക്ഷേ കുറേയധികം പേറ്റൻറ്റ് ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡിസ്പ്ലേയുടെ ഒരു ടെക്നോളജി എടുത്തിട്ടുണ്ട്, ഫോൾഡബിളിന് എടുത്തിട്ടുണ്ട്. അതേപോലെ പേറ്റൻ്റ് എടുത്ത ടെക്നോളജിയാണ് ഹീറ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ കേട്ടില്ലേ ഈ തെർമൽ മാനേജ്മെൻറ്റ്, അതേപോലെ കൂളിംഗ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ ഫോണിൽ വരുന്ന ആ വേപ്പർ ചേമ്പർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയും കുറേയധികം പേറ്റൻ്റ് ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേയധികം പേറ്റൻ്റ് ആപ്പിളിൻ്റെ കയ്യിലുണ്ട്. ബാറ്ററിയുടെ ആണെങ്കിലും കുറേയധികം പേറ്റൻസ് ഒക്കെ ആപ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഈ പെയിൻ്റൊക്കെ ചെയ്യണമെങ്കിൽ ആപ്പിൾ ഇൻഹൗസ് പ്രൊഡക്ഷൻ തുടങ്ങണം. ഡിസ്പ്ലേ, പ്രൊസസ്സർ, സെൻസർ, അതേപോലെ തന്നെ ബോഡിയുടെ പല കാര്യങ്ങളും, വൈഫൈയുടെ ചിപ്സെറ്റ്, വൈഫൈയുടെ പ്രൊസസ്സർ, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ആപ്പിളിൻ്റെ ഹൗസിലേക്ക് കൊണ്ടുവരണം. ഇത് കൊണ്ടുവരുമ്പോൾ വേറെ കുറേ അഡ്വാൻറ്റേജ് ആപ്പിളിനുണ്ട്. ഈ പറഞ്ഞ ലീക്സും റൂമേഴ്സൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയോ? സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ആപ്പിളിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണെന്ന് വിചാരിക്കുക. ഈ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് കുറേയധികം കാര്യങ്ങളോ കുറേയധികം റോ മെറ്റീരിയൽസ് വരണം, എന്നാലാണ് ഈ ഫോൺ ഉണ്ടാവുള്ളൂ. ആ പ്രൊഡക്ഷൻ ചെയ്യാൻ തന്നെ കൊണ്ടുവരുന്ന റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ഡ്രൈവർ ആവാം, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാവാം, ആർക്ക് വേണമെങ്കിൽ ലീക്ക് ചെയ്യാം. സോ അങ്ങനെ ഈ പറഞ്ഞ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ കുറേയധികം ലീക്സ് പുറത്തേക്ക് പോകുന്നുണ്ട്. ആപ്പിളിന് കുറേയധികം എന്താ പറയുക, ആ ഒരു ഹൈപ്പ് ചില സമയത്ത് കിട്ടാറില്ല. അതൊക്കെ കിട്ടാനും ഈ പറഞ്ഞ ലീക്സും റൂമേഴ്സൊക്കെ കുറയ്ക്കാനും വേണ്ടിയാണ് ആപ്പിൾ ഇൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻ ഹൗസ് പ്രൊഡക്ഷൻ മോസ്റ്റ്ലി നോക്കാൻ പോകുന്നത്. അതോടൊപ്പം ആസ് എ യൂസർ അല്ലെങ്കിൽ ആസ് എ കസ്റ്റമർ നമുക്കെപ്പോഴും വാല്യൂ തന്നെയാണ്. കാരണം നല്ല പ്രൊഡക്ഷൻ കിട്ടിക്കാൻ, അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിക്കാൻ ഓഫ്കോഴ്സ് നമുക്കെന്താ പൊളിക്കോ ഇല്ലല്ലോ. സോ അതും നമുക്ക് എന്തായാലും ബെനിഫിഷ്യലാണ്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കുറേയധികം പുതിയ കാര്യങ്ങൾ അറിഞ്ഞു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം ഇതേപോലുള്ള പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തേടി എത്തണമെങ്കിൽ ഈ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എബിൻ സേവർ എന്ന ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇതേപോലെ അപ്ഡേഷൻസും റീൽസും സ്റ്റോറീസും എല്ലാം വേണമെങ്കിൽ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് കൊടുത്തേക്കാം, എന്തായാലും ഫോളോ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ തൊട്ടെടുത്തുണ്ട്, എന്തായാലും നോക്കുക. കാരണം മ്യൂസിക്കും വാൾപേപ്പറും എല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവിയർ signing from Evika, and have a nice day.